10-20 പേർക്ക് മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു കൊച്ചുകട. ആ കടയിൽ നിന്ന് ഒരു വലിയ പ്രസ്ഥാനമായി മാറിയ ഒരു ചേച്ചിയെ തേടിയാണ് ഇന്ന് നമ്മുടെ യാത്ര. ഓരോ കറിയും അമ്മയുടെ കൈപ്പുണ്യം നിറഞ്ഞത് എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്യാപ്ഷൻ തന്നെ. അതായത് ഈ കൊച്ചുകട ചേച്ചി ഇതുവരെ വിട്ടിട്ടില്ല, ഈ കട ഇപ്പോഴും തുറന്നു പോകുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടി വിശാലമായ ഒരു വലിയൊരു ക്യാൻവാസിലേക്ക് ചേച്ചി എത്തിയിട്ടുണ്ട്. അപ്പോൾ വിട്ടേക്കാം, ചേച്ചിയെ തേടി വാ. മൂന്ന് വർഷം മുമ്പ് അമ്പിളി ചേച്ചി ഒരു കട തുടങ്ങുന്നു, ഒരു ചെറിയ കൊച്ചു കട. അത് ഇത്ര വലിയ സംരംഭമാണെന്ന് ചേച്ചി പോലും കരുതിയിട്ടുണ്ടാവില്ല. പിന്നെ ചേച്ചിയുടെ അഹോരാത്ര പരിശ്രമം കൊണ്ട് തന്നെ കട ഹിറ്റാവുന്നു. ഈ തിരക്ക് കണ്ടില്ലേ, അവ കട വിട്ടിട്ടില്ല, ആ കട ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടേക്ക് തൊട്ടടുത്ത് തന്നെ ഒരു 100 മീറ്റർ ഇപ്പുറം തന്നെ നോക്കി ഒരു വലിയ കട തുടങ്ങുന്നു. ആ കട അത്യാവശ്യം കഴിക്കാൻ സെറ്റപ്പ് കണ്ടില്ലേ, ആളും തിരക്കും. അപ്പം കഴിക്കാം വാ. ഇന്നത്തെ ഊണിന്റെ വിഭവങ്ങളാണ് ഈ കാണിക്കുന്ന എല്ലാം. ഇത് എല്ലാ ദിവസങ്ങളിലും കാണും. നമ്മുടെ ഇത്രയും കറികൾ കാണുന്നത്. ഇതൊരു നാരങ്ങ കിച്ചടിയാണ്, മാങ്ങ കിച്ചടി, കൊഞ്ചുതീയല്, കൂമ്പുതോരൻ, കടുമാങ്ങ, കൂട്ടുകറി, ചീര അവിയല്. ആദ്യമായിട്ട് കഴിക്കുവാണ്. 3 കൂട്ടം ഒഴിച്ചൊരു വേറെ സാമ്പാറ്, മീൻചാറ്, പച്ചമോര്. ഇത് എങ്ങനെ ഹോട്ടൽ വീട്ടിലേക്ക്? ഇതിന് മടിയില്ലാത്ത ഒരു ജോലി എനിക്ക്. ബാക്കി എല്ലാത്തിനും മടിയുണ്ട്. ഈ കുക്കിങ്ങിന് മാത്രം മടിയില്ല. ഏത് സമയത്തും കുക്കിങ് പറഞ്ഞാൽ നമ്മൾ തയ്യാറാണ്. കാറ്ററിംഗിൽ കൂടിയായി ഇപ്പൊ ഇതിങ്ങനെ വന്നത്. ഇല്ല, കാറ്ററിംഗ് ഉണ്ട്. കാറ്ററിംഗ് നന്നായിട്ട് പോകുന്നത്. ഇത് സൈഡ് കാറ്ററിംഗ് മെയിൻ. ഒരിക്കലും ഞാൻ ഇങ്ങനൊരു നിലയിലെത്തുമെന്ന് ജനങ്ങള് ഇത്രത്തോളം നമ്മളെ സ്വീകരിക്കുമെന്ന ഒന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കരിമീനൊന്ന്, നെയ്മീനൊന്ന്, കക്കയിറച്ചി ഒന്ന്. കരിമീൻ, ഞണ്ട്, കണവ, കാരി, പൂരി, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ മീനും കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ വന്നാൽ ചേച്ചിയുടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ പറഞ്ഞാൽ ഓരോന്ന് കാണിക്കും, എന്നാൽ മീൻ സെറ്റ് ചെയ്യാം. എല്ലാം ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാം മസാല പുരട്ടി വെച്ചിട്ട് പാർട്ടി വരുമ്പോൾ നമ്മുടെ ബോർഡെ നോക്കണം. നോക്കുമ്പോൾ നമ്മളെല്ലാം ഇന്നത്തെ ഓരോന്നും നമ്മൾ ഫിഷിന്റെ എല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചിലർ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് കിച്ചണിനകത്ത് വരും, വന്നിട്ട് എല്ലാം ഓർഡർ ചെയ്യും. അപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി കൊണ്ടുവരും. വെച്ച് വെക്കത്തില്ല, ഒന്നും വെച്ച് വെച്ചാൽ അത് സുഖമില്ല കഴിക്കുന്നതിന്. പിന്നെ ഫ്രൈ, കരിമീൻ പൊള്ളിച്ചത്, പിന്നെ നമ്മുടെ മീനിന്റെ ഐറ്റങ്ങൾ, തോരന, പൊടിമീൻ തൊട്ട് എല്ലാം ഉണ്ട്. പൊടിമീൻ നെത്തോലി തൊട്ട് എല്ലാ മീനുകളും ഉണ്ട്. ഇത് നമുക്ക് കായലിലെ ചെമ്പല്ലിക്കോരയായത്. വരാലുണ്ട്, വാളയുണ്ട്, കേരയുണ്ട്, ചെമ്പല്ലിക്കോര, എല്ലാം കുടമ്പുളിയിട്ട് കറികൾ, എല്ലാം ഒന്നിനൊന്നിനും വെച്ചിട്ടുള്ള കറികളാണ്. കാഷ്യൂനട്ടൊക്കെ ഇട്ട് കരിമീൻ പൊള്ളിച്ചത്, പിന്നെ ചെമ്പല്ലിക്കോര. നല്ല കഷ്ടപ്പാടാണ്. പക്ഷെ 3 കൊല്ലം കഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമുണ്ടായി. ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ ഇത്രയും കുടുംബം കഴിയുന്നു. പിന്നെ പാവത്തങ്ങൾക്ക് എങ്ങനെയാലും ഒരു 10 പേരുടെ ഫുഡ് ഡെയിലി കൊടുക്കും. പൈസ കയ്യിലില്ലയോ, അസുഖമുള്ളവർ വന്നാലും ആര് വന്നാലും ഫുഡ് ഞാൻ ഫ്രീ കൊടുക്കും. എനിക്കിഷ്ടമാണ് അങ്ങനെ ഫുഡ് കൊടുക്കുന്നത്. ഇഷ്ടം. അത് വേണ്ടി തന്നെ ഇത് തുടങ്ങിയത് തന്നെ. മൊത്തത്തിൽ ഒരു ബിസിനസ് മൈൻഡ് എന്നുള്ള രീതിയിൽ നോക്കാതെ ശരിക്കും ഒരു സേവനം അല്ലെങ്കിൽ ഒരു സന്തോഷമാണ് ഇവർക്ക് രണ്ടുപേരും. ചേട്ടനായാലും ചേച്ചിയുടെ ഭർത്താവ് രത്നം ചേട്ടനുണ്ട്, ചേട്ടനായാലും ചേച്ചിയായാലും രണ്ടുപേരും അവരുടെ ഒരു സന്തോഷമാണ് ഇതിനകത്ത് മെയിനായിട്ട് അവർ നോക്കുന്നത്. അല്ലാതെ ഇതിൽ നിന്നൊരു ലാഭമല്ല. മീനൊക്കെ എങ്ങനെയാ കൊണ്ടുവരുമോ? മീനെല്ലാം സ്വന്തമായിട്ട് പോയി എടുക്കണം, എന്നെങ്കിലും എനിക്കൊരു സംതൃപ്തിയുള്ളൂ. കാരണം നമ്മൾ പോയി വാങ്ങിക്കുന്നത് ഒരാൾ കൊണ്ടുവരുമ്പോഴും നല്ല ഡിഫറൻ്റ് ആണ്. പിന്നെ വിറകടുപ്പിലാണ് ചോറ് വെക്കുന്നത്, കുടിവെള്ളം തിളപ്പിക്കുന്നത്, കപ്പ വേവിക്കുന്നത്. കായംകുളത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ കാണിക്കും. ചേപ്പാട് ഗ്രൗണ്ട് ഉണ്ട്, നവ്യയുടെ കല്യാണം നടന്നത്. ആ ഗ്രൗണ്ടിനോട് ചേർന്നുള്ളതാണ് നമ്മുടെ സ്ഥാപനം.
ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്തവർ എന്നെ അറിയിച്ച് ഭക്ഷണം കഴിച്ചു പോവുക. എന്നാൽ അതിന് ചേച്ചി വേറെ ആരും സംഭാവന സ്വീകരിക്കില്ല. മീനും കൂട്ടി എത്ര വേണം വയറ് നിറച്ച് കഴിക്കാം. അതാണ് ചേച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ തൊട്ട് ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ക്യാൻസർ കിഡ്നി രോഗികൾക്ക് ഭക്ഷണം തികച്ചും സൗജന്യം. അതായത് വിശപ്പിൻ്റെ വില അറിഞ്ഞ് കൈ കഴിഞ്ഞ് എല്ലാവരെയും സഹായിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് അമ്പിളി ചേച്ചിയുടെ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും பார்க்கலாம். പോകട്ടെ, ബൈ.